യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. നമസ്കാരം. ഭഗവത്ഗീതയിലെ ഈ വരികൾക്ക് ഒരു വലിയ അർത്ഥമുണ്ട്. ആഹാരത്തിലും വിനോദത്തിലും കർമ്മങ്ങളിലും ഉറക്കത്തിലും ഉണർവിലും മിതത്വം പാലിക്കുന്നവന് അവന്റെ എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാതാകുന്നു. ഇന്നത്തെ ഈ വീഡിയോ വെറുമൊരു ആരോഗ്യ ക്ലാസ്സല്ല. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തിരിച്ചറിവാണ്. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ ആരും ആഗ്രഹിക്കാത്ത, എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേരെയും വേട്ടയാടുന്ന ഒരു കാര്യമുണ്ട്: രോഗം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്ഷീണം, ഭക്ഷണം കഴിച്ചാൽ വയറിന് അസ്വസ്ഥത, അല്പമൊന്നു നടന്നാൽ കിതപ്പ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ കേട്ടുകേൾവി പോലുമില്ലാത്ത ആയിരക്കണക്കിന് അസുഖങ്ങൾ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡോക്ടറെ കാണുന്നു, ഗുളികകൾ വാങ്ങുന്നു, അത് കഴിക്കുന്നു. പക്ഷേ രോഗം മാറുന്നുണ്ടോ? ഇല്ല, അത് മറ്റൊരു രൂപത്തിൽ വീണ്ടും വരുന്നു. നമ്മൾ മരുന്നുകൾക്ക് അടിമകളായി മാറുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ. നിങ്ങളുടെ ശരീരത്തിലുള്ള 99% രോഗങ്ങളുടെ കാരണം പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ, നിങ്ങൾ ദിവസവും ചെയ്യുന്ന, എന്നാൽ നിങ്ങൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ശീലം. അതെ, ഈ ഒറ്റ ശീലം നിങ്ങൾ മാറ്റിയാൽ, വിശ്വസിക്കൂ, ഫാർമസികളിലെ മരുന്നുകൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. നിങ്ങളുടെ ശരീരം 20 വയസ്സുകാരന്റെ ഊർജ്ജത്തിലേക്ക് തിരിച്ചുപോകും. ഇത് ഞാനുണ്ടാക്കിയ കഥയല്ല. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ മഹർഷിമാർ താളിയോലകളിൽ എഴുതിവച്ച ആയുർവേദത്തിന്റെ സുവർണലിപികളിലുള്ള സത്യമാണ്. നമുക്ക് ഒരു കഥയിലൂടെ തുടങ്ങാം. ഇത് വെറുമൊരു കഥയല്ല, ആയുർവേദത്തിന്റെ അന്തസത്തയാണ്. പണ്ട് ഹിമാലയത്തിന്റെ താഴ്വരത്തിൽ ഭരദ്വാജൻ എന്നൊരു മഹർഷിയുണ്ടായിരുന്നു. അദ്ദേഹം വെറുമൊരു സന്യാസിയല്ല, ആയുർവേദത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന മഹാവൈദ്യൻ കൂടിയായിരുന്നു. ഒരിക്കൽ വളരെ സമ്പന്നനായ, എന്നാൽ തീർത്തും രോഗിയായ ഒരു രാജാവ് മഹർഷിയെ കാണാൻ വന്നു. രാജാവിന്റെ ശരീരം തളർന്നിരുന്നു, കണ്ണുകൾക്ക് പ്രകാശമില്ല, മുഖത്ത് എപ്പോഴും വിഷാദം. അദ്ദേഹം മഹർഷിയുടെ മുന്നിൽ വണങ്ങി പറഞ്ഞു: "ഗുരോ, എനിക്ക് കൊട്ടാരമുണ്ട്, സ്വർണമുണ്ട്, സേവകരുണ്ട്. പക്ഷെ എനിക്കൊന്നിനും രുചിയില്ല. കഴിക്കുന്ന ഭക്ഷണം വിഷം പോലെ തോന്നുന്നു. രാത്രിയിൽ ഉറക്കമില്ല. എന്റെ ശരീരത്തിലെ ഓരോ അവയവവും വേദനിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യന്മാർ നൽകിയ മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല. എന്നെ രക്ഷിക്കണം." മഹർഷി രാജാവിനെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു: "രാജാവേ, അങ്ങ് എന്തൊക്കെയാണ് കഴിക്കാറുള്ളത്?" രാജാവ് പറഞ്ഞു: "ഗുരോ, ഞാൻ രാജാവല്ലേ, എനിക്കൊന്നിനും കുറവില്ല. 56 തരം വിഭവങ്ങളാണ് എന്റെ ഊണുമേശയിൽ. നെയ്യും പാലും ഇറച്ചിയും മധുരപലഹാരങ്ങളും, വിശന്നാലും ഇല്ലെങ്കിലും സമയമാകുമ്പോൾ ഞാൻ മൃഷ്ടാന്നം കഴിക്കും. എന്റെ ആരോഗ്യം നിലനിർത്താൻ ഞാൻ ഏറ്റവും വില കൂടിയ ഭക്ഷണമാണ് കഴിക്കുന്നത്." ഇത് കേട്ടപ്പോൾ മഹർഷി ഉറക്കെ ചിരിച്ചു. ആ ചിരി മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. മഹർഷി പറഞ്ഞു: "രാജാവേ, അങ്ങയുടെ രോഗത്തിന്റെ കാരണം അങ്ങയുടെ ശത്രുക്കളല്ല, അങ്ങയുടെ അടുക്കള തന്നെയാണ്." ശ്രദ്ധിച്ചു കേൾക്കൂ സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളും ആ രാജാവിനെ പോലെയാണ്. നമ്മൾ കരുതുന്നത് കൂടുതൽ പോഷകമുള്ള ഭക്ഷണം കഴിച്ചാൽ, അല്ലെങ്കിൽ ടൈം ടേബിൾ വെച്ച് ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യമുണ്ടാകുമെന്നാണ്. നമ്മൾ കേൾക്കാറുണ്ട്, രാവിലെ രാജാവിനെ പോലെ കഴിക്കണമെന്ന്. പക്ഷേ ആയുർവേദം ചോദിക്കുന്നത് വേറൊരു ചോദ്യമാണ്. നിങ്ങൾ കഴിക്കുന്നത് അമൃതാണെങ്കിലും അത് ദഹിപ്പിക്കാനുള്ള തീ, അല്ലെങ്കിൽ ഫയർ, നിങ്ങളുടെ വയറ്റിലുണ്ടോ? ആയുർവേദത്തിൽ ഇതിനെ അഗ്നി അഥവാ അഗ്നി എന്ന് വിളിക്കുന്നു. ജാഠരാഗ്നി. നമ്മുടെ വയറ്റിലുള്ള ഈ അഗ്നിയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ദൈവം. ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നോ? ഈ അഗ്നിയെ നമ്മൾ വല്ലാതെ അപമാനിക്കുന്നു. വിശപ്പില്ലാത്തപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, സമയം നോക്കി ഭക്ഷണം കഴിക്കുന്നു, മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, TV കണ്ടുകൊണ്ടും മൊബൈലിൽ നോക്കിക്കൊണ്ടും ഭക്ഷണം കഴിക്കുന്നു. രാജാവിനോട് മഹർഷി പറഞ്ഞ ആ രഹസ്യം, അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ശീലം മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറും. എന്താണാ ശീലം? അത് മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തെ ഒരു യന്ത്രമായിട്ടാണ് പലരും കാണുന്നത്. പെട്രോൾ ഒഴിച്ചാൽ വണ്ടി ഓടുമെന്ന് കരുതുന്ന പോലെ ഭക്ഷണം കൊടുത്താൽ ശരീരം പ്രവർത്തിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ശരീരമൊരു യന്ത്രമല്ല, അതൊരു പ്രപഞ്ചമാണ്. യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ശരീരത്തിലുമുണ്ട്. പുറത്ത് സൂര്യൻ എങ്ങനെയാണോ പ്രകൃതിക്ക് ഊർജ്ജം നൽകുന്നത്, അതുപോലെയാണ് നമ്മുടെ വയറ്റിലെ ജഠരാഗ്നി.
സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ പ്രകൃതി ഉറക്കത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് നമ്മൾ ചെടികൾക്ക് വളമിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ ശരീരവും. നിങ്ങളുടെ അഗ്നി കെട്ടുപോയ അവസ്ഥയിൽ നിങ്ങൾ ടൺ കണക്കിന് ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കില്ല. അത് ഉള്ളിൽ കിടന്ന് അഴുകും. ആ അഴുകിയ ഭക്ഷണമാണ് പിന്നീട് ആമം അഥവാ ടോക്സിൻ ആയി മാറുന്നത്. ആയുർവേദം പറയുന്നു, രോഗഃ സർവേപി മന്ദഗ്നോ. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം മന്ദഗതിയിലായ അഗ്നിയാണ്. നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ? കാരണം നിങ്ങളുടെ അഗ്നി മോശമാണ്. നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടോ? കാരണം നിങ്ങളുടെ അഗ്നി മോശമാണ്. നിങ്ങൾക്ക് ഡിപ്രഷനുണ്ടോ? വിശ്വസിക്കൂ, അതിൻ്റെയും ഒരു വേര് കിടക്കുന്നത് നിങ്ങളുടെ വയറ്റിലാണ്. ഇനിയുള്ള ഭാഗങ്ങളിൽ ഈ അഗ്നിയെ തിരിച്ചെടുക്കാനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മാരകമായ ശീലം എങ്ങനെ മാറ്റാമെന്നും നമ്മൾ വിശദമായി സംസാരിക്കും. ഇതൊരു യാത്രയാണ്, നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കാനുള്ള യാത്ര. തയ്യാറാണോ? സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ അഗ്നിയെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ വയറ്റിലെ തീ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ തെറ്റായ ശീലം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? അതൊരു വലിയ രഹസ്യമൊന്നുമല്ല, പക്ഷെ നമ്മൾ ആരും സമ്മതിച്ചു തരാത്തൊരു തെറ്റാണത്. ആ ശീലം ഇതാണ്: മുൻപ് കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപേ വീണ്ടും ഭക്ഷണം കഴിക്കുക. ആയുർവേദത്തിൽ ഇതിനെ അദ്യശനം എന്ന് വിളിക്കുന്നു. ഇതൊന്ന് വിശദീകരിക്കാൻ എനിക്കൊരു ഉദാഹരണം പറയാം. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ അടുക്കളയിൽ ചോറ് വയ്ക്കുകയാണെന്ന് കരുതുക. ഒരു പാത്രത്തിൽ അരിയും വെള്ളവും വെച്ച് താഴെ തീ കത്തിച്ചു. അരി വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പാതി വേവായ ആ സമയത്ത് നിങ്ങൾ ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടി പച്ചരി വാരിയിടുന്നു. എന്ത് സംഭവിക്കും? ആദ്യമിട്ട അരി വെന്ത് കുഴയും. രണ്ടാമതിട്ട അരി വേവുകയുമില്ല. ആകെ മൊത്തം ആ ചോറ് ഒന്നിനും കൊള്ളാത്ത പരുവത്തിലാകുമല്ലേ? ഇത് തന്നെയല്ലേ നമ്മൾ നമ്മുടെ വയറ്റിനോടും ചെയ്യുന്നത്? രാവിലെ 8 മണിക്ക് കഴിച്ച പ്രാതൽ ദഹിക്കാൻ നമ്മുടെ ശരീരം പാടുപെടുമ്പോഴായിരിക്കും 11 മണിക്ക് നമ്മളൊരു ചായയും കടിയും അതിലേക്ക് ഒഴിക്കുന്നത്. അത് ദഹിക്കുന്നതിന് മുൻപേ ഉച്ചയൂണ്, പിന്നെ വൈകുന്നേരത്തെ സ്നാക്സ്. നിങ്ങളുടെ വയറ്റിലെ ആ അഗ്നി എപ്പോഴെങ്കിലും ഒന്ന് വിശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ പാതി വെന്തതും വേവാത്തതുമായ ഭക്ഷണം വയറ്റിൽ കിടന്ന് എന്ത് സംഭവിക്കും? അത് ദഹിക്കില്ല. പകരം അതൊരു വിഷമായി മാറും. ഈ വിഷത്തെയാണ് ആയുർവേദം ആമം എന്ന് വിളിക്കുന്നത്. ആമം വിഷമിതി പ്രോക്തം. എന്നാൽ ആമം എന്നാൽ വിഷമാണ്. ഇതൊരു സാധാരണ വിഷമല്ല. ഇത് പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന ദുർഗന്ധമുള്ള കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ്. ഈ ആമം രക്തത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും ദുർബലമായ ഭാഗങ്ങളിൽ ചെന്ന് അടിഞ്ഞുകൂടും. അത് നിങ്ങളുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞാൽ അതിന് നമ്മൾ കൊളസ്ട്രോൾ അഥവാ ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. അത് നിങ്ങളുടെ സന്ധികളിലാണ് അടിഞ്ഞുകൂടുന്നതെങ്കിൽ അതിനെ നമ്മൾ വാതം അഥവാ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നു. അത് നിങ്ങളുടെ പാൻക്രിയാസിലാണ് പ്രശ്നമുണ്ടാക്കുന്നതെങ്കിൽ അതിനെ പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നു. പേരുകൾ പലതാണ്, പക്ഷെ വില്ലൻ ഒന്നാണ്: ആമം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചത് എപ്പോഴാണ്? വിശന്നപ്പോഴാണോ? അതോ ക്ലോക്കിൽ സമയം 1 മണിയായതുകൊണ്ടാണോ? അതോ മുൻപിൽ രുചികരമായ ഭക്ഷണം കണ്ടതുകൊണ്ട് മാത്രമാണോ? ഇന്നത്തെ കാലത്ത് വിശപ്പ് എന്താണെന്ന് പോലും നമ്മളിൽ പലർക്കും അറിയില്ല. നമ്മൾ വിശപ്പ് എന്നും കൊതി എന്നും 2 കാര്യങ്ങളെ ഒന്നായി തെറ്റിദ്ധരിക്കുന്നു. വിശപ്പ് എന്നത് ശരീരത്തിന്റെ ആവശ്യമാണ്, കൊതി എന്നത് മനസ്സിന്റെ ആവശ്യമാണ്. നമ്മൾ ഭൂരിഭാഗം പേരും ഭക്ഷണം കൊടുക്കുന്നത് മനസ്സിനാണ്, ശരീരത്തിനല്ല. ആയുർവേദത്തിന്റെ പിതാവായ ചരകമഹർഷി പറയുന്നത് കേൾക്കൂ: അജീർണേ ഭോജനം വിഷം. ദഹിക്കാതെ വീണ്ടും കഴിക്കുന്നത് വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ നല്ല ഭക്ഷണമാണല്ലോ കഴിക്കുന്നത്, ഓട്സാണ്, സാലഡാണ്, ഫ്രൂട്ട്സാണ്. സുഹൃത്തേ, നിങ്ങൾ സ്വർണം കഴിച്ചാൽ പോലും അത് ദഹിപ്പിക്കാനുള്ള അഗ്നി വയറ്റിലില്ലെങ്കിൽ ആ സ്വർണവും വിഷമായി മാറും. ഇതാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന നിയമം. യു ആർ നോട്ട് വാട്ട് യു ഈറ്റ്, യു ആർ വാട്ട് യു ഡൈജസ്റ്റ്. നിങ്ങൾ കഴിക്കുന്നതല്ല നിങ്ങൾ, മറിച്ച് നിങ്ങൾ ദഹിപ്പിക്കുന്നതാണ് നിങ്ങൾ. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഈ ആമമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? സ്കാനിംഗ് മെഷീനുകളൊന്നും വേണ്ട. നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ ഭാഷയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം തോന്നുന്നുണ്ടോ? അതോ കുറച്ചുനേരം കൂടി കിടക്കാമെന്ന മടിയാണോ? നിങ്ങളുടെ നാവ് അഥവാ ടങ് ഒന്ന് കണ്ണാടിയിൽ നോക്കൂ. അതിൽ വെള്ള നിറത്തിലുള്ള ഒരു പാടയുണ്ടോ? ഭക്ഷണം കഴിച്ചാൽ വയറ് വീർത്തുവരുന്ന അവസ്ഥയുണ്ടോ? കാരണമില്ലാത്ത ക്ഷീണം, ശരീരവേദന, മനസ്സിനൊരു മൂടൽ അഥവാ ബ്രെയിൻ ഫോഗ്, ഇതെല്ലാം ശരീരം തരുന്ന അപായസൂചനകളാണ്. നിർത്തൂ, എന്റെ ഉള്ളിൽ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്, ഇനിയും ഭക്ഷണം തന്നെന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ശരീരം കരഞ്ഞു പറയുന്നതാണ് ഈ ലക്ഷണങ്ങൾ.
പക്ഷെ നമ്മൾ എന്തു ചെയ്യും? ക്ഷീണം മാറ്റാൻ നമ്മൾ വീണ്ടും കാപ്പി കുടിക്കും. വയർവേദന മാറ്റാൻ നമ്മൾ സോഡ കുടിക്കും. നമ്മൾ തീയിലേക്ക് വീണ്ടും എണ്ണ ഒഴിക്കുകയാണ്. ഈയൊരു ശീലം, വിശപ്പില്ലാതെ കഴിക്കുക എന്ന ഈയൊരു ശീലം മാറ്റിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എങ്ങനെയാണ് അത് മാറ്റേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ അഗ്നിയെ വീണ്ടും ആളിക്കത്തിക്കേണ്ടത്? അതിനായി ആയുർവേദം നിർദ്ദേശിക്കുന്ന വളരെ ലളിതമായ എന്നാൽ അതിശക്തമായൊരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് കടക്കുന്നതിനു മുൻപ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും തീ അണയാൻ പോകുന്ന ഒരു അടുപ്പിൽ അത് കത്തിക്കാൻ വേണ്ടി ഊതിയിട്ടുണ്ടോ? ആദ്യം പുക വരും, പിന്നെ മെല്ലെ തീ വരും, അല്ലേ? നമ്മുടെ വയറ്റിലെ തീയെയും നമുക്ക് അങ്ങനെ ഊതിട്ടെത്തിക്കണം. അതിനൊരു രഹസ്യസൂത്രമുണ്ട്. അടുത്ത ഭാഗത്തിൽ ആ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കേൾക്കുന്നതോടെ നിങ്ങളുടെ ഭക്ഷണരീതി മാത്രമല്ല, ജീവിതം തന്നെ മാറും. സുഹൃത്തുക്കളെ, നമ്മുടെ വയറ്റിലെ കെട്ടുപോയ ആ അഗ്നിയെ വീണ്ടും കത്തിക്കാൻ, ശരീരം ശുദ്ധമാക്കാൻ ആയുർവേദം പറയുന്ന ആ ഒറ്റ വാക്ക് എന്താണെന്നറിയാമോ? ഇതൊരു മരുന്നിന്റെ പേരല്ല, ഇതൊരു അത്ഭുത ചെടിയുടെ പേരല്ല, ഇതൊരു തത്വമാണ്. ലംഘനം പരമൗഷധം. അതായത്, ഉപവാസം എന്നാൽ ഏറ്റവും വലിയ മരുന്ന്. പേടിക്കണ്ട, പട്ടിണി കിടക്കാൻ ഞാൻ നിങ്ങളോട് പറയില്ല. ലംഘനം എന്ന വാക്കിന്റെ അർത്ഥം പട്ടിണി എന്നല്ല, ലഘുവാക്കുക അഥവാ ഭാരം കുറയ്ക്കുക എന്നാണ്. നമ്മുടെ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ അതിന് സമയം വേണം. ആ സമയം നമ്മൾ കൊടുക്കാറില്ല എന്നതാണ് സത്യം. ഒരു ഉദാഹരണം പറയാം. നഗരത്തിലെ തിരക്കേറിയ ഒരു റോഡ് ചിന്തിക്കുക. അവിടെ വലിയൊരു ട്രാഫിക് ബ്ലോക്കുണ്ട്. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് ആ ബ്ലോക്കിലേക്ക് വീണ്ടും പുതിയ വണ്ടികൾ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ആ ബ്ലോക്ക് ഒരിക്കലും മാറില്ല. വണ്ടികൾ അനങ്ങില്ല. എല്ലാവരും അവിടെ കിടന്ന് ശ്വാസം മുട്ടും. അതിനു പകരം കുറച്ചു നേരത്തേക്ക് പുതിയ വണ്ടികൾ കടത്തിവിടാതെ ഉള്ളുള്ള വണ്ടികളെ പതിയെ പോകാൻ അനുവദിച്ചാലോ? റോഡ് ക്ലിയറാകും, അല്ലേ? ഇതുതന്നെയാണ് നിങ്ങളുടെ വയറ്റിലും നടക്കുന്നത്. നിങ്ങളുടെ വയറ്റിൽ ഇന്നലെ കഴിച്ച ബിരിയാണിയും രാവിലെ കഴിച്ച ദോശയും ഇടയ്ക്കു കുടിച്ച ചായയുമെല്ലാം കൂടിയൊരു ട്രാഫിക് ബ്ലോക്കിലാണ്. ദഹനം നടക്കാതെ അത് കുടുങ്ങിക്കിടക്കുകയാണ്. ആ ബ്ലോക്കിലേക്കാണ് നിങ്ങൾ ഉച്ചയ്ക്കത്തെ ചോറ് വീണ്ടും തള്ളിക്കയറ്റുന്നത്. അപ്പോൾ ശരീരം എന്തു ചെയ്യും? അത് പണിമുടക്കും. ക്ഷീണമായിട്ടും അലസതയായിട്ടും അത് പ്രതിഷേധിക്കും. ഇവിടെയാണ് ലംഘനം എന്ന അത്ഭുതം പ്രവർത്തിക്കുന്നത്. ശരീരത്തിന് ദഹിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ നിങ്ങളുടെ വയറ്റിലെ അഗ്നി വെറുതെയിരിക്കില്ല. അത് മറ്റൊരു പണി തുടങ്ങും. അതാണ് ക്ലീനപ്പ് പ്രോസസ് അഥവാ ശുചീകരണം. പുതിയ ഭക്ഷണം ദഹിക്കാൻ കിട്ടാത്തപ്പോൾ ആ അഗ്നി നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങളെ അഥവാ ആമത്തെ ദഹിപ്പിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കൊളസ്ട്രോളിനെ അത് ഉരുക്കിക്കളയും. നിങ്ങളുടെ അമിതവണ്ണത്തെ അത് കത്തിച്ചുകളയും. രക്തക്കുഴലുകളിലെ ബ്ലോക്കുകളെ അത് നീക്കം ചെയ്യും. നിങ്ങളൊന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാ മതി. ശരീരം തന്നെ ഡോക്ടറുടെ റോളിലെത്തും. എത്ര മനോഹരമായ സംവിധാനമാണത്! ഇനി പ്രായോഗികമായ കാര്യത്തിലേക്ക് വരാം. എപ്പോഴാണ് ഞാൻ കഴിക്കേണ്ടത്? എനിക്ക് വിശപ്പുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഇതാണ് പലർക്കുമുള്ള സംശയം. നമുക്ക് 2 തരം വിശപ്പുണ്ട്. 1 യഥാർത്ഥ വിശപ്പ്, ട്രൂ ഹങ്കർ. 2 കള്ളവിശപ്പ്, ഫോൾസ് ഹങ്കർ. ഇന്നത്തെ കാലത്ത് 90% ആളുകൾക്കും വരുന്നത് കള്ളവിശപ്പാണ്. ബോറടിക്കുമ്പോൾ വരുന്ന വിശപ്പ്, സ്ട്രെസ് വരുമ്പോൾ വരുന്ന വിശപ്പ്, ഇമോഷണൽ ഈറ്റിംഗ്, അല്ലെങ്കിൽ സമയം ഉച്ചയ്ക്ക് 1 മണി ആയതുകൊണ്ട് മാത്രം വരുന്ന വിശപ്പ്. ഇതിന് തിരിച്ചറിയാൻ ആയുർവേദം ഒരു ലളിതമായ ടെസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വിശപ്പ് തോന്നുമ്പോൾ ഉടനെ ഭക്ഷണം കഴിക്കരുത്. പകരം 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം സാവധാനം കുടിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കാത്തിരിക്കുക. ആ 10 മിനിറ്റിന് ശേഷം നിങ്ങളുടെ വിശപ്പ് മാറിപ്പോയോ? എങ്കിൽ അത് കള്ളവിശപ്പായിരുന്നു. അത് ദാഹമായിരുന്നു, അല്ലെങ്കിൽ ഗ്യാസായിരുന്നു. എന്നാൽ വെള്ളം കുടിച്ചിട്ടും ആ വിശപ്പ് കൂടുതൽ ശക്തമാവുകയാണോ? എങ്കിൽ സുഹൃത്തെ, അതാണ് യഥാർത്ഥ വിശപ്പ്. അതാണ് നിങ്ങളുടെ അഗ്നിഭക്ഷണം കൊതിക്കുന്ന സമയം. ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം അമൃതാണ്. ഇനി മറ്റൊരു രഹസ്യം കൂടി പറഞ്ഞുതരാം.
നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിച്ചോ എന്ന് നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്കൊരു സിഗ്നൽ തരും. അതാണ് ഏമ്പക്കം അഥവാ ബർപ്പ്. ആയുർവേദത്തിൽ ഇതിനെ ശുദ്ധ ഉദ്ഗാരം എന്ന് പറയുന്നു. ജീർണേ അന്നേ വർദ്ധതേ വായുഃ. ഭക്ഷണം ദഹിച്ചു കഴിയുമ്പോൾ വായു പുറത്തേക്ക് വരുന്നു. പക്ഷേ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് വരുന്ന ഏമ്പക്കത്തിന് പുളിച്ചു തികട്ടുന്ന രുചിയാണോ അല്ലെങ്കിൽ മുൻപ് കഴിച്ച മസാലയുടെ മണമാണോ എങ്കിൽ അതിന്റെ അർത്ഥം അകത്ത് പണി തീർന്നിട്ടില്ല, ദഹനം നടക്കുന്നതേയുള്ളൂ എന്നാണ്. ആ സമയത്ത് ഒരു തരി ഭക്ഷണം പോലും അകത്തേക്ക് കൊടുക്കരുത്. എന്നാൽ നിങ്ങൾക്ക് വരുന്ന ഏമ്പക്കം ഒരു മണവുമില്ലാത്ത ശുദ്ധമായ വായു മാത്രമാണെങ്കിലോ അതിനർത്ഥം വയറ് ക്ലിയറാണ്, അടുത്ത റൗണ്ട് ഭക്ഷണം സ്വീകരിക്കാൻ ഞാൻ റെഡിയെന്നാണ്. ഈ ഒരു ചെറിയ സിഗ്നൽ ഇത് ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മുടെ പൂർവികർക്ക് വാച്ചില്ലായിരുന്നു, അവർ വയറിനെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് അവർക്ക് പ്രമേഹവും പ്രഷറുമില്ലായിരുന്നു. നമുക്ക് സ്മാർട്ട് വാച്ചുണ്ട്, പക്ഷേ സ്മാർട്ടായ വയറില്ല. ഞാൻ നിങ്ങളോടൊരു ചലഞ്ച് വയ്ക്കാം. നാളെ മുതൽ ഈ വാട്ടർ ടെസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ശരിക്കും വിശക്കുമ്പോൾ മാത്രം കഴിക്കുക. വിശപ്പില്ലെങ്കിൽ അത് ഉച്ചയായാലും രാത്രിയായാലും കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ സൂപ്പോ പോലെ വളരെ ലഘുവായ എന്തെങ്കിലും കഴിക്കുക. നിങ്ങൾ വിചാരിക്കും, വിശക്കാതെ ഇരുന്നാൽ ഗ്യാസ് വരില്ലേ, അൾസർ വരില്ലേ എന്ന്. ഇല്ല, വിശക്കാതെ കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗ്യാസ് ഉണ്ടാവുന്നത്. കാരണം ദഹിക്കാത്ത ഭക്ഷണം പുളിച്ച് തികട്ടിയാണ് ഗ്യാസ് ഉണ്ടാവുന്നത്. വിശന്നിട്ട് കഴിക്കുമ്പോൾ ആ ആസിഡ് ഭക്ഷണത്തിൽ കൃത്യമായി പ്രവർത്തിക്കും. ശരീരത്തെ വിശ്വസിക്കൂ, അതിനെപ്പോൾ കഴിക്കണമെന്ന് കൃത്യമായി അറിയാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ കഴിക്കുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ വരുത്തുന്ന വലിയൊരു തെറ്റുണ്ട്. ആ തെറ്റാണ് പലപ്പോഴും നമ്മുടെ അസുഖങ്ങൾക്ക് കാരണം. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാമോ? കുടിച്ചാൽ തണുത്ത വെള്ളമാണോ ചൂടുവെള്ളമാണോ നല്ലത്? ഈ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അടുത്ത ഭാഗത്തിൽ നമുക്ക് നോക്കാം. ഇതൊരു ചെറിയ മാറ്റമല്ല, നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റാൻ പോകുന്ന അറിവാണ്. സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോൾ കഴിക്കണം എന്ന് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെ കഴിക്കണം എന്നതാണ്. ഒരുപക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകളായിരിക്കാം നമ്മുടെ ദഹനത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത്. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം: ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാമോ? നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും, ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന്. ചിലർ പറയും കുടിക്കാം എന്ന്. ആകെ കൺഫ്യൂഷനാണ്, അല്ലേ? ആയുർവേദത്തിന് ഇതിന് കൃത്യമായ ഉത്തരമുണ്ട്. അതൊറ്റ വാക്കിൽ തീരുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങൾ വയറു നിറയെ വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വയറ്റിലെ അഗ്നി കെട്ടുപോകും. പിന്നെ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കില്ല. അത് ശരീരം മെലിയാൻ, വീക്ക്നെസ് കാരണമാകും. ഇനി ഭക്ഷണം കഴിച്ച ഉടനെ വയറു നിറയെ വെള്ളം കുടിച്ചാലോ? ആ അഗ്നി അപ്പോഴും കെട്ടുപോകും. ദഹനം നടക്കില്ല. അത് അമിതവണ്ണത്തിനും കഫക്കെട്ടിനും കാരണമാകും. പിന്നെ എപ്പോഴാണ് കുടിക്കേണ്ടത്? ആയുർവേദം പറയുന്നു, അമൃതേ ഭോജനേ വാരി, അമൃതേ ഭോജനേ വാരി. ഭക്ഷണത്തിനിടയിൽ അല്പാൽപമായി കുടിക്കുന്ന വെള്ളം അമൃതിന് തുല്യമാണ്. അതായത്, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ദാഹം തോന്നുമ്പോൾ 1-2 ഇറക്ക് വെള്ളം കുടിക്കുന്നത് ദഹനത്തെ സഹായിക്കും. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടെ വെള്ളം ചേർക്കില്ലേ? അതുപോലെ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ആ വെള്ളം ഒരിക്കലും ഐസ് വാട്ടർ ആകരുത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. നിങ്ങളുടെ വയറ്റിലെ താപനില അഥവാ ടെമ്പറേച്ചർ ഏകദേശം 37-40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ അഗ്നി കത്തി നിൽക്കുകയാണ്. ആ തീയിലേക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത 5 ഡിഗ്രിയുള്ള വെള്ളമൊഴിച്ചാൽ എന്ത് സംഭവിക്കും? തീ അണഞ്ഞുപോകും. രക്തക്കുഴലുകൾ ചുരുങ്ങും. ദഹനം അവിടെ വെച്ച് നിന്നുപോകും. അതുകൊണ്ട് ഭക്ഷണത്തിനിടയിൽ കുടിക്കുന്ന വെള്ളം എപ്പോഴും ഇളം ചൂടുള്ളതോ അല്ലെങ്കിൽ സാധാരണ താപനിലയിലുള്ളതോ ആയിരിക്കണം. ഇനി നിങ്ങൾ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്നത്? ടിവി കണ്ടുകൊണ്ടാണോ? മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടാണോ? അതോ നിന്നുകൊണ്ടാണോ? ഇതെല്ലാം വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, അഹം വൈ വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ. ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും വയറ്റിൽ വൈശ്വാനരൻ എന്ന അഗ്നിയായി വസിക്കുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനാണ് നിവേദ്യം സമർപ്പിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോയി പ്രസാദം കഴിക്കുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കുമോ? നമ്മൾ നടന്നുകൊണ്ട് കഴിക്കുമോ? ഇല്ല. നമ്മൾ ഭക്തിയോടെ, ശ്രദ്ധയോടെ കഴിക്കും.
ആ അതേ ഭക്തി നിങ്ങളുടെ സ്വന്തം അടുക്കളയിലും വേണം. നിങ്ങളുടെ മനസ്സെവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഊർജം. ടിവിയിലെ വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ രക്തം തലച്ചോറിലേക്ക് പോകും. വയറ്റിലേക്ക് പോകേണ്ട രക്തം കിട്ടില്ല, ദഹനം നടക്കില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ആ രുചി അറിയുക, മണമറിയുക, ഓരോ വറ്റും ചവച്ചരച്ച് കഴിക്കുക. പഴയ ആളുകൾ പറയും, കുടിക്കേണ്ടതിനെ കഴിക്കുക, കഴിക്കേണ്ടതിനെ കുടിക്കുക എന്ന്. അതായത് വെള്ളം സാവധാനം രുചിച്ചു കുടിക്കുക, ഭക്ഷണം നന്നായി ചവച്ചരച്ച് വെള്ളം പോലെയാക്കി ഇറക്കുക. നിങ്ങൾക്ക് ദഹനക്കേടുണ്ടോ? ഗ്യാസുണ്ടോ? മരുന്ന് കഴിക്കുന്നതിനു മുൻപ് ഒരാഴ്ചത്തേക്ക് ഈ ശീലം ഒന്ന് മാറ്റി നോക്കൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക, നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കുക. ഇത് വയറ്റിലേക്കുള്ള രക്തയോട്ടം കൂട്ടും. നന്നായി ചവച്ചരച്ച് മാത്രം ഇറക്കുക. ഇത്രയും ചെയ്താൽ തന്നെ 50% രോഗങ്ങളും പമ്പ കടക്കും. ഇനി എന്ത് കഴിക്കണം എന്ന വലിയ ചോദ്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് ചേരാത്ത ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒരുമിച്ച് കഴിക്കാറുണ്ട്. ഇതിനെ വിരുദ്ധ ആഹാരം എന്നു പറയുന്നു. ഇത് സ്കിൻ രോഗങ്ങൾക്കും അലർജികൾക്കും വന്ധ്യതയ്ക്ക് വരെ കാരണമാകുന്നു എന്ന് ആയുർവേദ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷെ നമ്മളത് രുചിക്ക് വേണ്ടി നിത്യവും കഴിക്കുന്നു. ഏതൊക്കെയാണ് ആ അപകടകരമായ കോമ്പിനേഷനുകൾ? പാലും മീനും കൂടെ കഴിക്കാമോ? തൈരും പഴങ്ങളും കൂടെ കഴിക്കാമോ? നമ്മുടെ നിത്യജീവിതത്തിലെ ഈ തെറ്റുകളെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ നമുക്ക് വിശദമായി നോക്കാം. ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പോഷകാഹാരം തന്നെ നിങ്ങളുടെ ശത്രുവായി മാറും. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിരുദ്ധ ആഹാരത്തെക്കുറിച്ചാണ്. നമ്മുടെ നാവിനും മനസ്സിനും വളരെ ഇഷ്ടപ്പെട്ട, എന്നാൽ ശരീരത്തിന് കൊടും വിഷമായി മാറുന്ന ചില കോമ്പിനേഷനുകളുണ്ട്. ആയുർവേദം ഇതിനെക്കുറിച്ച് വളരെ കർശനമായി താക്കീത് നൽകുന്നു. യത്കിഞ്ചിത് ദോഷമുത്ക്ലിഷ്യ നഹരേ തത് സമാസതഃ വിരുദ്ധം. ഏതൊരാഹാരമാണോ ശരീരത്തിലെ ദോഷങ്ങളെ, അതായത് വാത, പിത്ത, കഫം എന്നിവയെ ഇളക്കിമറിക്കുന്നത്, എന്നാൽ അതിനെ പുറന്തള്ളാൻ സഹായിക്കാത്തത്, അതിനെ വിരുദ്ധ ആഹാരമെന്ന് വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, രണ്ട് നല്ല ആളുകൾ വെവ്വേറെ നിൽക്കുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ അവരെ ഒരു മുറിയിൽ അടച്ചിട്ടാൽ അവർ തല്ലുണ്ടാക്കും. അതുപോലെയാണ് ചില ഭക്ഷണങ്ങൾ. നമ്മൾ പലപ്പോഴും ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്യുന്നത് എന്താണ്? ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം അല്ലെങ്കിൽ മിൽക്ക് ഷേക്കുകൾ. ഇത് ആയുർവേദ പ്രകാരം ഏറ്റവും വലിയ വിരുദ്ധാഹാരമാണ്. എന്തുകൊണ്ട്? പാല് തണുപ്പാണ്, മധുരമാണ്. എന്നാൽ പഴങ്ങളിൽ മിക്കതും പുളിയുള്ളതാണ്. പാലും പുളിയുള്ള പഴങ്ങളും വയറ്റിൽ ചെന്നാൽ പാല് പിരിയും, അത് ദഹിക്കില്ല. ഇത് രക്തത്തിൽ വലിയ തോതിലുള്ള ടോക്സിൻ ഉണ്ടാക്കും. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിൽ പോലും കാണുന്ന സോറിയാസിസ്, എക്സിമ, വെളുത്ത പാടുകൾ തുടങ്ങിയ ത്വക്ക് രോഗങ്ങളുടെ പ്രധാന കാരണം ഈ വിരുദ്ധാഹാരമാണ്. മറ്റൊരു അപകടകരമായ കോമ്പിനേഷൻ: മീനും പാലും അല്ലെങ്കിൽ തൈരും. മീന് കറി കൂട്ടി ചോറുണ്ണും, ഒപ്പം തൈര് കുടിക്കും. അല്ലെങ്കിൽ മീന് കഴിച്ച ശേഷം പാൽച്ചായ കുടിക്കും. ഇത് പാടില്ല. മീന് ഉഷ്ണവീര്യമാണ്, ഹോട്ട് പൊട്ടൻസി. പാല് ശീതവീര്യമാണ്, കോൾഡ് പൊട്ടൻസി. ചൂടും തണുപ്പും കൂടി കലർന്നാൽ അത് രക്തത്തെ ദുഷിപ്പിക്കും. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഞാൻ ഇന്നലെ കഴിച്ചു, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇതൊരു സ്ലോ പോയ്സണാണ്. വർഷങ്ങൾ കൊണ്ട് ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടി പെട്ടെന്നൊരു ദിവസം ഒരു വലിയ രോഗമായി പുറത്തുവരും. അന്ന് നമ്മൾ വിചാരിക്കും, എനിക്ക് പാരമ്പര്യമായിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എനിക്കെന്തിനാണ് ഈ അസുഖം വന്നത് എന്ന്. ഉത്തരം നിങ്ങളുടെ പ്ലേറ്റിൽ തന്നെയുണ്ടാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തേൻ, ഹണി. തേൻ അമൃതാണ്, പക്ഷേ തേന് ചൂടാക്കിയാൽ അത് വിഷമാണ്. ഉഷ്ണൈരുഷ്ണാർത്ഥസിച്ച മധുമരണായ. ചൂടുള്ള വെള്ളത്തിൽ തേൻ ഒഴിച്ചു കുടിക്കുന്നത് അല്ലെങ്കിൽ തേൻ വെച്ച് കേക്ക് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ആയുർവേദ പ്രകാരം നിഷിദ്ധമാണ്. തേൻ എപ്പോഴും സാധാരണ തണുപ്പിൽ അഥവാ റൂം ടെമ്പറേച്ചറിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ടോൺ ഷിഫ്റ്റ്, എൻകറേജിംഗ്, സൊല്യൂഷൻ ഓറിയന്റഡ്. പേടിക്കണ്ട, ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കണ്ട എന്നല്ല പറയുന്നത്. അത് കഴിക്കാൻ ഒരു രീതിയുണ്ടെന്ന് മാത്രം. പഴങ്ങൾ മാത്രമായി കഴിക്കുക. ഭക്ഷണത്തിന്റെ കൂടെയല്ല, ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപോ ശേഷമോ കഴിക്കുക. പാല് കുടിക്കണമെങ്കിൽ അത് മാത്രമായി കുടിക്കുക. മീൻ കഴിക്കുന്ന ദിവസം തൈര് ഒഴിവാക്കുക. മോരുപയോഗിക്കാം, കാരണം മോരിന് തൈരിന്റെ ദോഷങ്ങളില്ല. ശരീരത്തിനൊരു ഭാഷയുണ്ട്, അത് ലളിതമാണ്. അതിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത ഭക്ഷണം കൊടുക്കുക. ലളിതമായ ഭക്ഷണം വേഗത്തിൽ ദഹിക്കും. കോംപ്ലിക്കേറ്റഡായ ഭക്ഷണം അഥവാ പ്രോസസ്ഡ് മിക്സ്ഡ് ഫുഡ് ദഹിക്കാൻ മണിക്കൂറുകളെടുക്കും. നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി ചിലവാക്കിയാൽ പിന്നെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ എവിടെയാണ് ഊർജ്ജം?
ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ പാലിക്കാൻ ഭയങ്കര പാടാണല്ലോ എന്ന്. തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ വെറും ഒരാഴ്ച നിങ്ങൾ ഈ മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കൂ. നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം, ആ ഭാരക്കുറവ്, ആ ഉന്മേഷം, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇനി നമ്മുടെ ദിനചര്യയിൽ മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉറക്കം. എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം? ഉച്ച ഉറക്കം നല്ലതാണോ? നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന 3 തൂണുകളാണ് ആഹാരം, നിദ്ര, ബ്രഹ്മചര്യ. ഇതിൽ ഉറക്കമെന്ന തൂണാടിയാൽ വീട് മൊത്തം വീഴും. രാത്രി വൈകി കിടക്കുന്നതും രാവിലെ വൈകി എഴുന്നേൽക്കുന്നതും നമ്മുടെ ഹോർമോണുകളെ എങ്ങനെ നശിപ്പിക്കുന്നു? ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ ബയോളജിക്കൽ ക്ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? അടുത്ത ഭാഗത്തിൽ നമുക്ക് ഉറക്കത്തിന്റെ ശാസ്ത്രം പഠിക്കാം. സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ രണ്ടാമത്തെ തൂണാണ് ഉറക്കം അഥവാ സ്ലീപ്പ്. ആയുർവേദം പറയുന്നു, നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടിഹി കാർഷ്യം ബലാബലം. അതായത് സുഖവും ദുഃഖവും, തടിയും മെലിച്ചിലും, ബലവും ബലഹീനതയും, ഇതെല്ലാം ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് രാത്രി വൈകിയുള്ള ഉറക്കമാണ്. നമ്മൾ പ്രകൃതിക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. സൂര്യൻ അസ്തമിച്ചുകഴിഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും, പക്ഷികൾ, മൃഗങ്ങൾ, ചെടികൾ എല്ലാം വിശ്രമത്തിലേക്ക് പോകുന്നു. മനുഷ്യൻ മാത്രം ലൈറ്റിട്ട് മൊബൈൽ നോക്കി പാതിരാത്രി വരെ ഉണർന്നിരിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നതെന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിനൊരു ക്ലോക്കുണ്ട്, സർക്കാഡിയൻ റിതം. ആയുർവേദത്തിൽ ഇതിനെ ദോഷങ്ങളുടെ സമയം എന്ന് വിളിക്കുന്നു. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെ പിത്ത കാലമാണ്. ഈ സമയത്താണ് ശരീരം അതിന്റെ റിപ്പയറിംഗ് വർക്ക് നടത്തുന്നത്. നിങ്ങളുടെ ലിവർ ഡീടോക്സ് ചെയ്യുന്ന സമയം, ദഹനം പൂർത്തിയാക്കുന്ന സമയം, മുറിവുകൾ ഉണക്കുന്ന സമയം. ഈ സമയത്ത് നിങ്ങൾ ഉണർന്നിരുന്നാൽ ആ ഊർജ്ജം മൊത്തം നിങ്ങളുടെ കണ്ണിലേക്കും തലച്ചോറിലേക്കും പോകും. റിപ്പയറിംഗ് നടക്കില്ല. ടോക്സിനുകൾ ശരീരത്തിൽ കെട്ടിക്കിടക്കും. അതുകൊണ്ടാണ് രാത്രി വൈകി ഉറങ്ങുന്നവർക്ക് അസിഡിറ്റി, മുടികൊഴിച്ചിൽ, മുഖക്കുരു, ഹോർമോൺ പ്രശ്നങ്ങൾ, PCOD, തൈറോയിഡ് എന്നിവ കൂടുതലായി കാണുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം. ബ്രാഹ്മേ മുഹൂർത്തേ ബുദ്ധ്യേത സ്വസ്ഥോ രക്ഷാർത്ഥമായുഷഃ. അതായത് ആയുസ്സാഗ്രഹിക്കുന്നവൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ, അതായത് സൂര്യോദയത്തിനു മുൻപേ എഴുന്നേൽക്കണം. ഇതൊരു വിശ്വാസമല്ല, ശാസ്ത്രമാണ്. സൂര്യോദയത്തിനു മുൻപുള്ള സമയം അന്തരീക്ഷത്തിൽ ഓസോൺ കൂടുതലായിരിക്കും, വായു ശുദ്ധമായിരിക്കും. ആ സമയത്ത് എഴുന്നേൽക്കുന്ന ഒരാളുടെ ശ്വാസകോശത്തിലേക്കും തലച്ചോറിലേക്കും കിട്ടുന്ന ഓക്സിജന്റെ അളവ് വളരെ കൂടുതലാണ്. അത് നൽകുന്ന ഊർജ്ജം 10 മണിവരെ കിടന്നുറങ്ങിയാൽ കിട്ടില്ല. വൈകി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നാറില്ലേ? തലവേദന തോന്നാറില്ലേ? കാരണം നിങ്ങൾ എഴുന്നേൽക്കുന്നത് കഫകാലത്താണ്, രാവിലെ 6 മുതൽ 10 വരെ. കഫമെന്നാൽ ഭാരമാണ്. ആ സമയത്ത് എഴുന്നേറ്റാൽ ദിവസം മുഴുവൻ മടിയും ആലസ്യവുമായിരിക്കും. എനിക്കറിയാം, ജോലിത്തിരക്കും ഷിഫ്റ്റ് വർക്കുമുള്ളവർക്ക് ഇത് പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കഴിയുന്നവർ ഒരു 10 മണിക്കെങ്കിലും കിടക്കാൻ ശ്രമിക്കുക. ഒരു 6 മണിക്ക് മുൻപെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡിപ്രഷനും സ്ട്രെസ്സും പകുതിയും ഈ ഒറ്റ മാറ്റം കൊണ്ട് മാറും. ഇനിയൊരു പ്രധാന ചോദ്യം, ഉച്ചയുറക്കം നല്ലതാണോ? നമ്മളിൽ പലർക്കും ഉച്ചയൂണ് കഴിഞ്ഞാൽ ഒന്ന് മയങ്ങുന്ന ശീലമുണ്ട്. ആയുർവേദം ഇതിനെ കർശനമായി എതിർക്കുന്നു, വേനൽക്കാലമൊഴികെ. ദിവാസ്വാഭ അഥവാ പകലുറക്കം ശരീരത്തിൽ കഫം വർദ്ധിപ്പിക്കും. അത് അമിതവണ്ണത്തിനും പ്രമേഹത്തിനും ദഹനക്കേടിനും കാരണമാകും. ഉച്ചയ്ക്കുറക്കം വന്നാൽ ഇരുന്നുകൊണ്ട് ഒന്ന് മയങ്ങാം, പവർ നാപ്പ്. പക്ഷേ കിടന്നുറങ്ങരുത്. സുഹൃത്തുക്കളെ, ഉറക്കമെന്നത് മരുന്നാണ്. പക്ഷേ അത് അളവിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൃത്യസമയത്തായിരിക്കണം. നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ നിങ്ങൾ മറക്കാറില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ചാർജ് ചെയ്യാൻ, അഥവാ സ്ലീപ്പ്, നിങ്ങൾ മടിക്കുന്നത്? ഇന്ന് രാത്രി മുതൽ ഫോൺ നേരത്തെ മാറ്റിവെച്ച് ഇരുട്ടിൽ ശാന്തമായി ഒന്ന് കിടന്നു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും. ഇനി
അവസാനത്തെ ഭാഗത്തേക്ക് കടക്കാം. ഭക്ഷണവും ഉറക്കവും ശരിയാക്കിയാൽ മാത്രം പോരാ. നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം? ശരീരത്തിലെ രോഗങ്ങൾ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ആയുർവേദം പറയുന്നു. പ്രജ്ഞാപരാധ, അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ്, അതാണ് എല്ലാ രോഗങ്ങളുടെയും മൂലകാരണം. ഇതിനെ എങ്ങനെ ജയിക്കാം? നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു, ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തിലേക്ക് വരാം. നമ്മുടെ മനസ്സ്. ആയുർവേദം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം വരുന്നത്? നമ്മൾ പറയും, വൈറസ് കാരണമാണ്, അല്ലെങ്കിൽ പാരമ്പര്യമാണ്, അല്ലെങ്കിൽ കാലാവസ്ഥ മാറിയതുകൊണ്ടാണ്. പക്ഷേ ആയുർവേദ ആചാര്യന്മാർ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അവർ പറയുന്നു, രോഗത്തിന്റെ യഥാർത്ഥ കാരണം പ്രജ്ഞാപരാധം ആണ്. പ്രജ്ഞാപരാധം. ഇതിന്റെ അർത്ഥം ഇതാണ്: ബുദ്ധി, ധൈര്യം, ഓർമ്മ എന്നിവ തെറ്റുന്നതുവഴി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് പ്രജ്ഞാപരാധം. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്രമേഹമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മധുരം കഴിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുൻപിൽ ഒരു ലഡ്ഡു കാണുമ്പോൾ നിങ്ങളുടെ ബുദ്ധി പറയുന്നു കഴിക്കരുത്, അത് വിഷമാണെന്ന്. പക്ഷെ നിങ്ങളുടെ മനസ്സ് പറയുന്നു സാരമില്ല, ഒരെണ്ണം കഴിക്കാം, നാളെ മുതൽ ഡയറ്റ് നോക്കാം. നിങ്ങൾ ആ ലഡ്ഡു കഴിക്കുന്നു. ഇതാണ് പ്രജ്ഞാപരാധം. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിന്റെ താൽക്കാലിക സുഖത്തിനു വേണ്ടി ബുദ്ധിയെ തോൽപ്പിക്കുക. ഈ ഒരൊറ്റ തെറ്റാണ് 99% ജീവിതശൈലീ രോഗങ്ങളുടെയും കാരണം. സിഗരറ്റ് വലിക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. എന്നാലും മനുഷ്യനത് വലിക്കുന്നു. രാത്രി വൈകി ഉറങ്ങുന്നത് നല്ലതല്ല എന്ന് നമുക്കറിയാം. എന്നാലും നമ്മളത് ചെയ്യുന്നു. വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്നറിയാം. എന്നാലും നമ്മൾ മടി പിടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തത്? കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധിയേക്കാൾ ശക്തമായി മാറി. ഒരു രഥം ചിന്തിക്കുക. കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ, കടിഞ്ഞാണമാണ് മനസ്സ്, തേരാളിയാണ് ബുദ്ധി. തേരാളി ഉറങ്ങിപ്പോയാൽ കുതിരകൾ രഥത്തെയും കൊണ്ട് കൊക്കയിലേക്ക് ചാടും. ഇതാണ് ഇന്ന് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്. സുഹൃത്തുക്കളെ, ആരോഗ്യമെന്നത് ഡോക്ടർ തരുന്ന കുറിപ്പടിയിലല്ല ഉള്ളത്. അത് നിങ്ങളുടെ തീരുമാനങ്ങളിലാണുള്ളത്. ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇത് എന്നെ പോഷിപ്പിക്കുമോ അതോ നശിപ്പിക്കുമോ എന്ന്. ഇതിനെ എങ്ങനെ മറികടക്കാം? നിങ്ങളുടെ ഇച്ഛാശക്തി, വിൽ പവർ വളർത്തണം. അതിനുവേണ്ടിയുള്ളതാണ് യോഗയും ധ്യാനവും. രാവിലെ അല്പസമയം കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ്. എന്റെ ശരീരത്തിന് നല്ലതു മാത്രമേ ഞാൻ നൽകൂ എന്ന് അതിനെ പഠിപ്പിക്കുകയാണ്. സ്ട്രെസ് എന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നു പറയുന്നത് നമ്മൾ അഭിമാനത്തോടുകൂടിയാണ് കാണുന്നത്. പക്ഷെ ഓർക്കുക, ഭയം നിങ്ങളുടെ കിഡ്നിയെ നശിപ്പിക്കുന്നു. ദേഷ്യം നിങ്ങളുടെ ലിവറിനെ നശിപ്പിക്കുന്നു. സങ്കടം നിങ്ങളുടെ ശ്വാസകോശത്തെ നശിപ്പിക്കുന്നു. ഓരോ വികാരവും ശരീരത്തിൽ ഓരോ രാസമാറ്റങ്ങളുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആയുർവേദ ചികിത്സ മരുന്നിൽ അവസാനിക്കുന്നില്ല. അത് സത്വവചയ അഥവാ കോൺക്വറിംഗ് ദ മൈൻഡ് ചികിത്സ കൂടിയാണ്. സന്തോഷമായിട്ടിരിക്കുക എന്നത് ഒരു ആഡംബരമല്ല, അതൊരു മരുന്നാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കാം. വിശക്കുമ്പോൾ മാത്രം കഴിക്കുക, അഗ്നിയെ ബഹുമാനിക്കുക, ദഹിക്കാതെ വീണ്ടും കഴിക്കാതിരിക്കുക, വിരുദ്ധ ആഹാരങ്ങൾ ഒഴിവാക്കുക, പ്രകൃതിയോടൊപ്പം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക, അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക, പ്രജ്ഞാപരാധം ഒഴിവാക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം. പക്ഷേ ഇത് നടപ്പിലാക്കാൻ വലിയ പാടാണ്. കാരണം ശീലങ്ങൾ മാറ്റുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധം ജയിച്ചാൽ
നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം ആരോഗ്യമെന്നത് മാത്രമല്ല, ആയുസ്സു കൂടിയാണ്. ഇനി അവസാനമായി ഒരു 30 ദിവസത്തെ പ്ലാൻ. അതായത് നാളെ മുതൽ എന്തു ചെയ്യണം, എങ്ങനെ തുടങ്ങണം, തുടക്കക്കാർക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയുമായി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, നമ്മളൊരു വലിയ യാത്രയുടെ അവസാനത്തിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ സമയമായി നമ്മൾ സംസാരിച്ചത് കേവലം ശരീരത്തെക്കുറിച്ചല്ല, മറിച്ച് ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒരു ദിവസം കൊണ്ട് എല്ലാം മാറില്ല. റോം നഗരം ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയതല്ലല്ലോ. നമ്മുടെ ശരീരവും വർഷങ്ങളായി നമ്മൾ ശീലിച്ച തെറ്റുകളുമായി പൊരുത്തപ്പെട്ടു പോയതാണ്. അതിന് മാറ്റാൻ സാവകാശം വേണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു 30 ദിവസത്തെ ചാലഞ്ച് തരികയാണ്. നാളെ മുതൽ വെറും 30 ദിവസത്തേക്ക് മാത്രം ഈ 3 കാര്യങ്ങളൊന്ന് പാലിച്ചു നോക്കൂ. 1. ദാഹവും വിശപ്പും ടെസ്റ്റ് ചെയ്യുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുമ്പോൾ ചോദിക്കുക, എനിക്ക് ശരിക്കും ദാഹിക്കുന്നുണ്ടോ? ശരീരം യെസ് എന്ന് പറഞ്ഞാൽ മാത്രം കൊടുക്കുക. 2. സൂര്യനോടൊപ്പം നടക്കുക. രാവിലെ 6 മണിക്ക് മുൻപ് എഴുന്നേൽക്കുക. രാത്രി 10 മണിക്ക് മുൻപ് ഫോൺ മാറ്റിവെച്ച് ഉറങ്ങാൻ കിടക്കുക. ആദ്യത്തെ 3 ദിവസം ബുദ്ധിമുട്ടായിരിക്കും. 4ാമത്തെ ദിവസം നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയും. 3. ഭക്ഷണത്തിൽ ശ്രദ്ധ. ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണില്ല, ഫോൺ നോക്കില്ല, ഇളം ചൂടുവെള്ളം മാത്രം കുടിക്കുക. വിരുദ്ധ ആഹാരങ്ങൾ, ഫ്രൂട്ട് സാലഡ്, ഷെയ്ക്കുകൾ ഈ 30 ദിവസത്തേക്ക് പൂർണ്ണമായും ഒഴിവാക്കുക. ഇത്രയും ചെയ്താൽ എന്തു സംഭവിക്കും? ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം തോന്നിത്തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ആ മടി മാറും. ശരീരത്തിന് വല്ലാത്തൊരു ലാഘവം, ലൈറ്റ്നസ് തോന്നും. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾ പമ്പ കിടക്കും. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. ആയുർവേദം പറയുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം എന്നാണ്. അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യമുള്ളവന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതാണ്. രോഗം വന്ന ശേഷം ആശുപത്രിയിൽ ലക്ഷങ്ങൾ ചിലവാക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ രോഗം വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. ആ മനോഭാവം മാറണം. നിങ്ങളുടെ ശരീരം അത് ദൈവത്തിന്റെ ക്ഷേത്രമാണ്. അതിൽ മാലിന്യം നിക്ഷേപിക്കരുത്, അതിനെ സ്നേഹിക്കുക. ഈ ലോകത്ത് നിങ്ങൾക്കാകെ സ്വന്തമായിട്ടുള്ളത് ഈ ശരീരമാണ്. നിങ്ങൾ കോടീശ്വരനായാലും ആരോഗ്യമില്ലെങ്കിൽ ആ പണം കൊണ്ട് എന്തു കാര്യം? പ്രിയപ്പെട്ടവരെ, ഈ അറിവുകൾ പുസ്തകങ്ങളിൽ മാത്രം ഇരിക്കാനുള്ളതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ്. ഇന്ന് തന്നെ തീരുമാനമെടുക്കൂ. ഇനി മുതൽ ഞാൻ എന്റെ ശരീരത്തെ ബഹുമാനിക്കും. ഇനി മുതൽ ഞാൻ എന്റെ അഗ്നിയെ കെടുത്താതെ സൂക്ഷിക്കും. ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക. നമ്മൾ കാരണം ഒരാളുടെയെങ്കിലും ആരോഗ്യം മെച്ചപ്പെട്ടാൽ അത് വലിയൊരു പുണ്യമാണ്. ഇതുപോലെയുള്ള ആഴത്തിലുള്ള അറിവുകൾ, മോട്ടിവേഷൻ, ജീവിത വിജയത്തിനുള്ള വഴികൾ എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ ഇനിയും പങ്കുവയ്ക്കും. ഈ യാത്രയിൽ കൂടെയുണ്ടായതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കൂ. ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. നന്ദി, നമസ്കാരം.